ഡെലിവറിക്ക് ശേഷം എപ്പോഴാണ് ഡയറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പം നമ്മളൊരു ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയണം അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം വന്നിട്ടുള്ള വെയിറ്റ് ഗെയിൻ കുറയണം എന്നുള്ളതാവരുത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അപ്പം കഴിക്കേണ്ടത് റിക്കവറിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബോഡിക്കുള്ള റിക്കവറിക്ക് വേണ്ടിയിട്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. പോസ്റ്റ്മോർട്ടം ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാലൻസ്ഡ് മീൽ ആയിരിക്കണം. അതിന്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് വേണം, ഹോൾ ഗ്രെയിൻസ് വേണം, ലീൻ പ്രോട്ടീൻസ് വേണം. ലീൻ പ്രോട്ടീൻസ് കഴിക്കുന്നത് നമ്മുടെ ടിഷ്യൂ റിപ്പയറിനും റിക്കവറിക്കും വേണ്ടിയിട്ടാണ്. പിന്നെ ഹെൽത്തി ഫാറ്റ്സ് ഡയറ്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഉള്ളത് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. കാരണം നമ്മൾ ഈ ഡെലിവറിക്ക് ശേഷം ബ്ലഡ് ലോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കണം. പിന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ബോൺ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫുഡ് കഴിക്കണം. ബ്രെയിൻ ഡെവലപ്മെന്റും ആന്റി ഇൻഫ്ലമേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കണം. ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കേസാണ് പോസ്റ്റ്മോർട്ടം സമയത്ത്. അതുകൊണ്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇതിനൊക്കെ പുറമെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ബ്രസ്റ്റ് ഫീഡിംഗ് ആവുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും ശ്രമിക്കണം. ബ്രസ്റ്റ് മിൽക്കിന്റെ സെക്രീഷൻ കൂട്ടുന്ന സബ്സ്റ്റൻസ് ആണ് ഗാലക്ടോഗോക്സ്. അപ്പൊ ഈ ഡയറ്റിന്റെ അകത്ത് ഈ ഗാലക്ടോഗോക്സും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഗാലക്ടോഗോക്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മൾ ഉലുവ, ഫെനുഗ്രീക്ക് നല്ലതാണ്.